കൊലക്കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. മൃതദേഹം 3 ദിവസം വീട്ടിൽ സൂക്ഷിച്ചു. ദുർഗന്ധം പുറത്തറിയാതിരിക്കാൻ ചന്ദനത്തിരി കത്തിച്ചു. രാത്രി പേടി കാരണം ഉറങ്ങിയില്ലെന്നും പ്രതിയുടെ മൊഴി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ പരിസരത്ത് തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. ചികിത്സയ്ക്ക് പണം ലഭിക്കാതെ വയോധികൻ മരിച്ചു. വാട്സാപ്പ് വഴി മുത്തലാഖ് ചൊല്ലലിൽ വീണ്ടും പരാതിയുമായി കാസർഗോഡ് സ്വദേശിനി. സ്ത്രീധനത്തിന്റെ പേരിൽ മാനസികമായി പീഡിപ്പിച്ചെന്നും ഖദീജ. കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തിരുവനന്തപുരം വെള്ളറടയിൽ കൊല്ലപ്പെട്ട വീട്ടമ്മ പ്രിയംവദയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. അതേസമയം പ്രിയംവദയുടെ കൊലപാതകത്തിൽ അയൽവാസിയായ വിനോദ്, സഹോദരൻ സന്തോഷ് എന്നിവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. പനിച്ചമൂട് സ്വദേശി വിനോദിന്റെ വീട്ടിലെ പിന്നിലെ കുഴിയിൽ നിന്നും അയൽവാസിയായ പ്രിയംവദയുടെ മൃതദേഹം RDOയുടെ സാന്നിധ്യത്തിൽ പുറത്തെടുത്ത് പരിശോധനകൾ പൂർത്തിയാക്കിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയത്. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. സംഭവത്തിൽ പ്രിയംവദയുടെ അയൽവാസിയായ വിനോദ്, സഹോദരൻ സന്തോഷ് എന്നിവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊലപാതകത്തിൽ നേരിട്ട് ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും തെളിവ് നശിപ്പിക്കലിന് കൂട്ടുനിന്നതിനാണ് വിനോദിന്റെ സഹോദരൻ സന്തോഷിന്റെ അറസ്റ്റ്. വിനോദിനെയും സഹോദരൻ സന്തോഷിനും പുറമെ അമ്മ സരസ്വതിയെയും മകളെയും വരും ദിവസങ്ങളിൽ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ടാകും. ജനം, തിരുവനന്തപുരം. കരമനയിലെ ദമ്പതികളുടെ ആത്മഹത്യയിൽ മൃതദേഹം വച്ചുകൊണ്ടുള്ള സമരം അവസാനിച്ചു. കനത്ത മഴയിലായിരുന്നു പ്രതിഷേധം. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് സമീപമുള്ള SBI ബാങ്ക് ശാഖയ്ക്ക് മുന്നിലായിരുന്നു പ്രതിഷേധം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ജനറൽ ആശുപത്രിക്ക് സമീപത്തെ SBI ബാങ്കിന്റെ ശാഖയിലെത്തിച്ച് പ്രതിഷേധിക്കുകയായിരുന്നു. ബാങ്ക് അധികൃതരുടെ ഭീഷണിയെ തുടർന്നാണ് സതീഷും ഭാര്യ ബിന്ദുവും ആത്മഹത്യ ചെയ്തത് എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. മൃതദേഹങ്ങൾ ബാങ്ക് ശാഖയ്ക്ക് മുന്നിൽ ഇറക്കി വെച്ച് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. VSTP നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരും മരിച്ച സതീഷിന്റെ ബന്ധുക്കളുമാണ് പ്രതിഷേധിച്ചത്. ബാങ്ക് വായ്പ പൂർണ്ണമായി എഴുതി നൽകാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന് സമരക്കാർ പറഞ്ഞു. ഇതോടെ സമരം ഏറെ നേരം നീണ്ടു. രണ്ടാഴ്ചക്ക് മുമ്പേ പോലീസ് സഹിതം ഇവരുടെ വീട്ടിൽ പോയ സമയത്ത് ഇവർ ആത്മഹത്യക്ക് ശ്രമിച്ചു. അവർ തിരിച്ചുപോയി. അവസാനമായിട്ട് അവർ ഇന്നാണ് പറഞ്ഞിരുന്നത് ഇന്നിവിടെ ഹാജരാവണം, ഇന്ന് ജപ്തി ചെയ്യുമെന്ന്. ഇന്ന് രണ്ടുപേരെയും ഞങ്ങൾ ഇവിടെ ഹാജരാക്കിയിട്ടുണ്ട്. SBI ബാങ്കുകാർക്ക് ഒരു സൂചന തരുന്നു, എൻ്റെ സഹോദരങ്ങൾ ഈ മുറ്റത്തുണ്ടാകും. മണിക്കൂറുകൾ കഴിയും തോറും ആളുകൾ തിങ്ങിക്കൂടും. ഇത് പരിഹരിച്ചില്ലെങ്കിൽ ഈ റിക്കവറി നിങ്ങൾ ഈ കിടക്കുന്ന സഹോദരങ്ങളിൽ നിന്ന് റിക്കവർ ചെയ്തോ, നിങ്ങൾക്കിത് ഏറ്റെടുത്തോ. ഇതിനപ്പുറം അവരെ കുടുംബത്തെയോ ബന്ധുക്കളെയോ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ഇതൊരു താക്കീതാണ്. SBIയുടെ അവസാനത്തെ പോരാട്ടമായിരിക്കും. SBI മിനിമം മാന്യത കാണിക്കണം. ഏറെ നേരം നീണ്ട സമരത്തിന് പിന്നാലെ ബാങ്ക് അധികൃതർ സമരക്കാരുമായി കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് ജപ്തി നടപടികൾ നിർത്തിവെച്ച് 20 ദിവസത്തിനകം ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളാമെന്ന വ്യവസ്ഥയിൽ സമരം അവസാനിപ്പിച്ചു. ബാങ്ക് അധികൃതരുടെ ഭാഗത്തു നിന്നും രേഖാമൂലമുള്ള ഉറപ്പ് ലഭിച്ചതിന് പിന്നാലെയാണ് സമരം അവസാനിപ്പിച്ചത്. നമ്മുടെ ചർച്ച SBIയുടെ റീജിയണൽ മാനേജർ, റിക്കവറി മാനേജരെല്ലാം പങ്കെടുത്തു. പോലീസിൻ്റെ അധികാരികളും പങ്കെടുത്തു. അതിൽ ഈ മരണപ്പെട്ട ആളുകളുടെ പേരിലുള്ള ലോണ് 5 ലോണുകളാണ് എടുത്തിട്ടുള്ളത്. അത് 20 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായിട്ട് എഴുതിത്തള്ളാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ എൻ്റെ റിക്വസ്റ്റ് ചർച്ചയിൽ പങ്കെടുത്തവരെ കൊണ്ട് റിക്വസ്റ്റ് കൊടുക്കുകയും ഹൈദരാബാദിൽ നിന്ന് ഇത് കുറവേണ കാര്യം അവർ റിക്കമെൻഡ് ചെയ്ത് റീജിയണൽ മാനേജർ എഴുതി കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് 20 ദിവസമാണ് അവർ ആവശ്യപ്പെട്ടത്. അതിൽ നിന്ന് ഈ ലോൺ ഒഴിവാക്കി.
സമരം അവസാനിപ്പിച്ചതിന് ശേഷം ദമ്പതിമാരുടെ ഭൗതിക ശരീരം പൊതുദർശനത്തിനായി സ്വവസതിയിലേക്ക് കൊണ്ടുപോയി. കഴിഞ്ഞ ദിവസമാണ് കോർപ്പറേഷൻ കരാറുകാരനായ കരമന സ്വദേശി സതീഷിനെയും ഭാര്യ ബിന്ദുവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സതീഷിന്റെ മൃതദേഹം കഴുത്തറുത്ത നിലയിലും ഭാര്യയുടേത് തൂങ്ങിമരിച്ച നിലയിലുമായിരുന്നു. സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ബാങ്ക് ജപ്തി നടപടികളുടെ പേരിൽ മാനസിക സംഘർഷത്തിലായിരുന്നു ഇരുവരുമെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. റിക്കവറി നടപടികളുമായി ബാങ്ക് അധികൃതർ ആരംഭിച്ചതോടെ ഇരുവരും ആത്മഹത്യയിൽ അഭയം തേടിയെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ജനം, തിരുവനന്തപുരം. ഇടുക്കി പീരുമേട് പ്ലാക്കത്തടം സ്വദേശിനിയായ വനവാസി സ്ത്രീ സീതയുടെ മരണത്തിൽ പോലീസും വനം വകുപ്പും രണ്ട് തട്ടിൽ. സീതയ്ക്ക് പരിക്കേറ്റെന്ന് പറയുന്ന സ്ഥലത്ത് ആനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ് പോലീസിന്റെ നിലപാട്. എന്നാൽ കാട്ടാനാക്രമണം എന്നത് വിശ്വാസയോഗ്യമല്ലെന്നാണ് വനം വകുപ്പിന്റെ വാദം. സംഭവത്തിൽ ദുരൂഹത തുടരുന്നതിനിടെ ഭർത്താവ് ബിനുവിന്റെയും മക്കളുടെയും വിശദമായ മൊഴിയെടുക്കാനാണ് പോലീസ് തയ്യാറാകുന്നത്. ഞായറാഴ്ച പോലീസിന്റെ ഫോറൻസിക് സംഘം ഉൾപ്പെടെ സീത കൊല്ലപ്പെട്ട വനത്തിനുള്ളിലെ മീൻമുട്ടി എന്ന സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. സംഭവസ്ഥലത്ത് ആനയുടെ സാന്നിധ്യമുണ്ടെന്നാണ് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിന് ശേഷം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് കാട്ടാനാക്രമണത്തിൽ സീത കൊല്ലപ്പെട്ടു എന്ന് പറയപ്പെടുന്നത്. മണിക്കൂറുകൾക്ക് ശേഷം ഇവിടെ ആനയുടെ സാന്നിധ്യം കണ്ടെത്തിയെന്ന് പറയുന്നതിലൂടെ സീതയുടെ മരണത്തിന് കാരണം കാട്ടാനാക്രമണമാണ് എന്ന് പറയാൻ ആകില്ല എന്നും വനവകുപ്പും വ്യക്തമാക്കുന്നു. പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ നടന്ന പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് സീതയുടെ മരണം ആക്രമണത്തിലല്ല എന്ന് ഫോറൻസിക് സർജൻ വ്യക്തമാക്കിയത്. അടുത്ത ദിവസം പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഡോക്ടർ പോലീസിന് സമർപ്പിക്കും. സംഭവസ്ഥലത്ത് പരിശോധന നടത്തിയ ഫോറൻസിക് സംഘവും ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് അടുത്ത ദിവസം സമർപ്പിക്കുമെന്നാണ് വിവരം. ഇതിനുശേഷമാകും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നും വിശദീകരണം ഉണ്ടാവുക. അതേസമയം സീത കൊല്ലപ്പെട്ടത് കാട്ടാനാക്രമണത്തിലാണ് എന്ന് ഉറച്ചു നിൽക്കുകയാണ് ഭർത്താവ് ബിനുവും. വനംവകുപ്പ് തന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയാണെന്ന ആരോപണവും ബിനു ഉന്നയിച്ചിരുന്നു. പോലീസും കാട്ടാനാക്രമണത്തിലൂടെയാണ് സീത കൊല്ലപ്പെട്ടത് എന്നതിലേക്ക് എത്തിയാൽ അന്വേഷണത്തിൽ മറ്റ് സാധ്യതകൾ പരിശോധിക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. ജനം, ഇടുക്കി. ആലപ്പുഴ ചാരുമൂട് താമരക്കുളത്ത് കർഷകൻ മരിച്ചത് പന്നിക്കിണിയിൽ നിന്ന് ഷോക്കേറ്റിട്ടെന്ന് സംശയം. താമരക്കുളം സ്വദേശി ശിവൻകുട്ടിയാണ് മരിച്ചത്. സംഭവത്തിൽ നൂറനാട് പോലീസ് കേസെടുത്തു. ഇന്ന് പുലർച്ചെ കൃഷിയിടത്തിലേക്ക് പോയ ശിവൻകുട്ടിപ്പിള്ള സാധാരണ തിരിച്ചെത്താറുള്ള സമയമായിട്ടും മടങ്ങിയെത്താഞ്ഞതോടെ തിരക്കിയിറങ്ങിയ മകളാണ് സമീപവാസിയായ ജോൺസന്റെ പറമ്പിൽ ശിവൻകുട്ടി ബോധരഹിതനായി കിടക്കുന്നത് കണ്ടത്. ഈ സമയം പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റിരുന്നതായും കാലിലും കയ്യിലും മുറിവുകൾ ഉണ്ടായിരുന്നതായും ബന്ധുക്കൾ പറയുന്നു. അങ്ങനെ പിന്നെ ആൾക്കാരെ വിളിച്ചു പോയി. ആൾക്കാർ വന്ന് എടുത്ത് പിന്നെ ഒരു കമ്പിയാണെങ്കിൽ എർത്ത് കമ്പി ഓടിയിട്ട് അച്ഛന് മുറ്റത്ത് കൊണ്ടുപോകും. ഒരാൾ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ആണെങ്കിൽ അവിടെ നിന്ന് ഇച്ചിരി വെള്ളം മേടിച്ച് കൊടുത്തു. ഒരു ചെറുക്കനുണ്ടായിരുന്നു. ചെറുക്കൻ നെഞ്ചത്ത് കുറേ നേരം തിരുമ്മി ആ വെള്ളം കൊടുത്തപ്പോൾ ശകലം ഇറക്കി കഴിഞ്ഞാൽ കണ്ണീന്ന് വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ ഒരു ചേട്ടനെ പെട്ടെന്ന് എല്ലാവരും പോയി വിളിച്ചുകൊണ്ട് വന്ന് കാറിനകത്ത് കയറ്റി അപ്പോൾ അതേ ആശുപത്രി കൊണ്ടുപോയത്. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ECG എടുത്തപ്പോൾ മരിച്ചെന്നാണ്. കൃഷിയിടത്തിന് സമീപത്തെ പറമ്പിലാണ് ശിവൻകുട്ടി അബോധാവസ്ഥയിൽ കിടന്നത്. തുടർന്ന് നൂർനാട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാവൂ. സംഭവത്തിൽ നൂർനാട് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. KSEBയും സ്ഥലത്ത് പരിശോധന നടത്തി. ജോൺസന്റെ വീട്ടിൽ നിന്നും കൃഷിയിടത്തിലേക്ക് വൈദ്യുതി എടുത്തിരുന്നതായി KSEB കണ്ടെത്തി. മരിച്ച ശിവൻകുട്ടി പ്രവാസ ജീവിതം അവസാനിപ്പിച്ച ശേഷമാണ് കാർഷിക രംഗത്തേക്ക് തിരിഞ്ഞത്. പശു വളർത്തലും മറ്റ് കൃഷികളും ചെയ്ത് കുടുംബം പോറ്റിയിരുന്ന ഒരു സാധാരണ കർഷകൻ്റെ ജീവനാണ് പന്നിക്കണിയിലൂടെ പൊലിഞ്ഞത്. തളർന്നു കിടക്കുന്ന ഭാര്യയും പ്രായമായ അച്ഛനും മകളുമാണ് വീട്ടിലുള്ളത്. ജനം, ആലപ്പുഴ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ പരിസരത്ത് തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തി. പ്ലാസ്റ്റിക് കവറിലായിരുന്നു തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തിയത്. ഇവ മോർച്ചറിയിലേക്ക് മാറ്റി. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി ഗോകുൽ K വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, വിവരങ്ങൾ. 11:00 കൂടിയിട്ടാണ് മെഡിക്കൽ കോളേജ് പരിസരത്ത് ഇത്തരത്തിൽ ഒരു കവറിനകത്ത് തലയോട്ടിയും മറ്റ് അസ്ഥികൂടങ്ങളും ഒക്കെ കണ്ടെത്തിയത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജീവനക്കാർ ശുചീകരണം നടത്തുന്ന സമയത്തായിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് ആ പ്ലാസ്റ്റിക് കവർ പരിശോധിച്ച സമയത്താണ് തലയോട്ടിയും മറ്റ് അസ്ഥികളുമാണ് എന്ന് മനസ്സിലാക്കിയത്. തുടർന്ന് മെഡിക്കൽ കോളേജ് അധികൃതരുടെ നേതൃത്വത്തിൽ ഒരു പ്രാഥമിക അന്വേഷണമൊക്കെ നടത്തിയിരുന്നു. വൈകിട്ട് 5 മണിയോട് കൂടിയിട്ടാണ് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിലൊരു സംഭവം കണ്ടുകിട്ടിയതായിട്ടുള്ള വിവരം അറിയിച്ചത്. തുടർന്ന് പോലീസും സ്ഥലത്തെത്തുകയും
അന്വേഷണം നടത്തുകയും അന്വേഷണം ആരംഭിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അസ്ഥികളും തലയോട്ടി ഉൾപ്പെടെയുള്ള ഭാഗം കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടാണ് ഉള്ളത്. നാളെ പോലീസിന്റെ തന്നെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ആരംഭിച്ച് വിശദമായ അന്വേഷണം ആരംഭിക്കുമെന്നാണ് സ്റ്റേഷനിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത്. ദുർഗ. ശരി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ പരിസരത്താണ് തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തിയത്. പ്ലാസ്റ്റിക് കവറിലായിരുന്നു തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തിയത്. ഇവ മോർച്ചറിയിലേക്ക് മാറ്റി സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചെന്നാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. മറ്റു വാർത്തകളിലേക്ക്. കൊല്ലം മേയർക്കെതിരെ വധഭീഷണി മുഴക്കിയ കേസിൽ പ്രതി പിടിയിൽ. തിരുവനന്തപുരം കരിക്കകം സ്വദേശി അനിൽകുമാറാണ് പിടിയിലായത്. വിസ തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണ് ഇയാൾ. കൊല്ലം മേയറായ ഹണി ബെഞ്ചമിന്റെ വീട് അന്വേഷിച്ചെത്തി കത്തിയുമായി വധഭീഷണി മുഴക്കിയെന്നായിരുന്നു പരാതി. നാട്ടുകാർ ഇയാളുടെ വിവരം മേയറെ അറിയിച്ചതിനെ തുടർന്ന് മേയർ പോലീസിന് പരാതി നൽകുകയായിരുന്നു. സംഭവത്തിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. 52-കാരനായ അനിൽകുമാർ തിരുവനന്തപുരം കരിക്കകം സ്വദേശിയാണ്. പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന സമയം പ്രതി മദ്യലഹരിയിലായിരുന്നു. ഇയാൾക്കെതിരെ മുൻപും കേസുകളുണ്ടായിരുന്നു. നിരവധി പേർക്ക് വ്യാജവിസ നൽകി ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ അനിൽകുമാറിനെ മുൻപും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മേയർക്ക് നേരെ വധഭീഷണി കേസിൽ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ജനം, കൊല്ലം. തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിന് ഒരു രക്തസാക്ഷി കൂടി. ബാങ്കിൽ നിന്നും നിക്ഷേപം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് ചികിത്സ കിട്ടാതെ വയോധികൻ മരിച്ചു. അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന കോട്ടയ്ക്കകത്തുകാരൻ പൗലോസാണ് മരിച്ചത്. 5.5 ലക്ഷം രൂപ നിക്ഷേപത്തിൽ നിന്ന് പലതവണ നാമമാത്രമായ തുകയാണ് പൗലോസിന് ലഭിച്ചത്. 2024 ഓഗസ്റ്റ് 28-നായിരുന്നു അപകടം. ബസ് സ്റ്റാൻഡിലെ ലോട്ടറി കടയിലേക്ക് രാവിലെ 7 മണിയോടെ വീട്ടിൽ നിന്നും സൈക്കിളിൽ പോകുമ്പോഴായിരുന്നു അപകടം. സ്വകാര്യ വ്യക്തി വളർത്തുന്ന നായ റോഡിലൂടെ പോവുകയായിരുന്ന പൗലോസിന്റെ സൈക്കിളിലേക്ക് എടുത്തു ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് റോഡിൽ തലയിടിച്ച് വീണതിനെ തുടർന്ന് അബോധാവസ്ഥയിലാവുകയായിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നടത്തിയെങ്കിലും സാമ്പത്തിക പ്രശ്നം മൂലം പിന്നീട് വീട്ടിലായിരുന്നു ചികിത്സ. മെയ് 10-ന് പേരാമ്പ്ര തിരുഹൃദയ പാലിയേറ്റീവ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും കഴിഞ്ഞ വ്യാഴാഴ്ച വീട്ടിലേക്ക് കൊണ്ടുവന്നു. കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപം ഉണ്ടായിരുന്നെങ്കിലും ഭർത്താവിന്റെ ചികിത്സയ്ക്ക് ആവശ്യമായ പണം ലഭിച്ചിരുന്നില്ലെന്ന് ഭാര്യ വെറോണിക്ക ആരോപിച്ചു. 4 ലക്ഷം ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു. ഓർഡിനറിയിൽ ഉണ്ടായിരുന്നു ഒരു 1.5 അടുത്ത്. സ്റ്റാഫൊക്കെ വന്ന് ആസ്പത്രിയിൽ കണ്ടപ്പോൾ 50,000 രൂപ ഒന്നിച്ച് തന്നിട്ടുണ്ട്. പിന്നെ 15 അല്ലെങ്കിൽ 20 അല്ലെങ്കിൽ 10 അങ്ങനെ തരും. എല്ലാ മാസവും ലെറ്റർ വയ്ക്കണം. പിന്നെ ഈ മാസം ലെറ്റർ കഴിഞ്ഞ മാസം വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഇനി ബാക്കിയുള്ള മുഴുവൻ പൈസയും തരണം. പൗലോസാറിൻ്റെ ചികിത്സ സഹായത്തിന് പൈസയില്ല, ഞങ്ങൾക്ക് വേറെ കിട്ടാൻ വഴിയില്ല, അപ്പോൾ കടം മേടിച്ചിട്ടൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ടും അവർ ഞാൻ വെള്ളിയാഴ്ച 13-ാം തീയതി വിളിച്ചു. അപ്പോൾ പറഞ്ഞു ഇവിടെ ആരും അടച്ചിട്ടില്ല, അടച്ചാൽ വിളിക്കാന്ന് പറഞ്ഞു. 10 വർഷം മുൻപ് 4 ലക്ഷം രൂപ കരുവന്നൂർ ബാങ്കിന്റെ പൊറത്തിശ്ശേരി ശാഖയിൽ നിക്ഷേപിച്ചിരുന്നു. 50,000 രൂപയുടെ സ്ഥിര നിക്ഷേപവും ഉണ്ടായിരുന്നു. തൃശൂരിലെ ചികിത്സയ്ക്ക് മാത്രം 10 ലക്ഷത്തോളം രൂപ ചിലവായി. ചികിത്സയ്ക്കായി ബാങ്കിൽ നിക്ഷേപിച്ച പണം ആവശ്യപ്പെട്ട് എല്ലാ മാസവും ബാങ്കിൽ കത്ത് നൽകിയിരുന്നെങ്കിലും 10,000-ഉം 20,000-ഉമായാണ് പണം ലഭിച്ചിരുന്നത്. ചികിത്സയ്ക്ക് ഒരു മാസം 1.5 ലക്ഷത്തോളം രൂപയാണ് ചിലവ് വന്നിരുന്നത്. ഉള്ളതെല്ലാം വിറ്റുപിറക്കി ചികിത്സിച്ചിട്ടും ഇപ്പോൾ 5 ലക്ഷം രൂപ കടമായി. ബാങ്കിൽ നിന്ന് ഇനിയും 2.5 ലക്ഷത്തോളം കിട്ടാനുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയും ബാങ്കിലേക്ക് വിളിച്ചിരുന്നു. പക്ഷേ പണം കിട്ടിയിട്ടില്ലെന്നും വെറോണിക്ക പറഞ്ഞു. കരുവന്നൂർ ബാങ്കിന്റെ കൊള്ളയിൽ ഒരാൾക്ക് കൂടി ജീവൻ നഷ്ടപ്പെട്ടതോടെ BJP പ്രതിഷേധം ശക്തമാക്കി. ബാങ്കിന് മുന്നിലേക്ക് BJP ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റി ശവപ്പെട്ടി പ്രതിഷേധം നടത്തി. ജനം, തൃശൂർ. കാസർഗോഡ് വാട്സാപ്പിലൂടെ മുത്തലാഖ് ചൊല്ലിയതായി പരാതി. ഖദീജത്ത് ഷമീമയുടെ പരാതിയിലാണ് അദൂർ പോലീസ് കേസെടുത്തത്. ഭർത്താവ് B ലത്തീഫിനെതിരെയാണ് പോലീസ് കേസെടുത്തത്. വിവാഹ സമയത്ത് ലഭിച്ച സ്ത്രീധനം കുറഞ്ഞുപോയെന്നതിന്റെ പേരിലാണ് വാട്സാപ്പ് വഴി മുത്തലാഖ് ചൊല്ലിയതായി യുവതിയുടെ പരാതിപ്പെട്ടത്. വാട്സാപ്പ് വഴി മുത്തലാഖ് ചൊല്ലിയെന്ന ഖദീജത്ത് ഷമീമയുടെ പരാതിയിലാണ് ആദൂർ പോലീസ് ഭർത്താവ് ലത്തീഫിനെതിരെ കേസെടുത്തത്. ജൂൺ 13-ന് രാത്രി 11:30-ന് ഭർത്താവായ ലത്തീഫ് അബുദാബിയിൽ നിന്നും വാട്സപ്പിലൂടെ ശബ്ദ സന്ദേശം വഴി 3 തവണ തലാഖ് ചൊല്ലി വിവാഹബന്ധം വേർപെടുത്തിയതായി അറിയിക്കുകയായിരുന്നുവെന്ന് യുവതി പരാതിയിൽ പറയുന്നു. ഇതേ തുടർന്നാണ് ഖദീജത്ത് ഷമീമ ആദൂർ പോലീസിൽ പരാതി നൽകിയത്.
2018 മാർച്ച് 18 ഇരുവരും തമ്മിലുള്ള വിവാഹം നടന്നത്. വിവാഹ സമയത്ത് 25 പവൻ സ്വർണം ഷമീമയ്ക്ക് വീട്ടുകാർ നൽകിയിരുന്നു. പിന്നീട് ഭർത്താവ് ലത്തീഫ് കൂടുതൽ സ്വർണം ആവശ്യപ്പെട്ട് മാനസികമായി പീഡിപ്പിച്ചുവെന്ന് ആദൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പറയുന്നു. ജനം, കോഴിക്കോട്. 16 വയസ്സുകാരനെ പീഡിപ്പിച്ച CPM നേതാവിന് പോക്സോ കേസിൽ. തൃശൂർ മാള ലോക്കൽ കമ്മിറ്റി അംഗം PO ഷാജിക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. അതേസമയം കേസെടുത്ത പോലീസിനെതിരെ CPM സമ്മർദ്ദം ശക്തമാവുകയാണ്. 16-കാരനെ പീഡിപ്പിച്ച കേസിൽ CPM മാള മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും നിലവിലെ ലോക്കൽ കമ്മിറ്റി അംഗവുമായ PO ഷാജിക്കെതിരെയാണ് പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസെടുത്തതിന് പിന്നാലെ ഇയാൾ ഒളിവിലാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വിദ്യാർത്ഥി പൂജാക്കടയിൽ നിന്നും പണം കവർന്നുവെന്ന് ആരോപണമുണ്ടായിരുന്നു. ഇത് ഒത്തുതീർപ്പാക്കാമെന്ന വ്യാജേനയാണ് ഷാജി വിദ്യാർത്ഥിയെ സമീപിച്ചത്. തുടർന്നാണ് പ്രകൃതിവിരുദ്ധ പീഡനം നടന്നത്. സംഭവം വിവാദമായതോടെ CPMലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുകയായിരുന്നു. പീഡനത്തിനിരയായ വിദ്യാർത്ഥിക്ക് പാർട്ടി നേതാക്കൾ വലിയ തുക നൽകാമെന്ന് ഓഫർ നൽകിയതായും ആക്ഷേപമുണ്ട്. എന്നാൽ നാട്ടുകാർ ചൈൽഡ് ലൈനിൽ വിവരം അറിയിച്ചതോടെയാണ് പോലീസ് കേസെടുക്കാൻ തയ്യാറായതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഷാജിക്ക് വേണ്ടി പാർട്ടിയുടെ ഉന്നതർ അടക്കം പോലീസിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നാണ് വിവരം. ഒളിവിൽ പോയ ഇയാൾ പാർട്ടി സംരക്ഷണയിലാണ് ഉള്ളതെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ഷാജിക്ക് സഹകരണ ബാങ്കിൽ ജോലി ലഭിച്ചതിനെക്കുറിച്ച് അടക്കം അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. ജനം, തൃശൂർ. തിരുവനന്തപുരം പാറശാലയിൽ വൻ കഞ്ചാവ് വേട്ട. 10 കിലോ കഞ്ചാവുമായി 2 യുവാക്കൾ പോലീസ് പിടിയിൽ. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ കഞ്ചാവ് വിൽപ്പന. തിരുവനന്തപുരത്തേക്ക് KSRTC ബസ്സിൽ കടത്താൻ ശ്രമിച്ച കഞ്ചാവാണ് പോലീസും ഡാൻസ് ആഫ് സംഘവും ചേർന്ന് പിടികൂടിയത്. പാറശാലയിൽ വൻ കഞ്ചാവ് വേട്ട. നാഗർകോവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന KSRTC ബസ്സിനുള്ളിൽ നിന്നും 10 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. പാപ്പനംകോട് നീറമൺകര സ്വദേശിയായ സിനോജ്, നേമം കൈമനം സ്വദേശി വിഷ്ണുരാജ് എന്നിവരെയാണ് ഡാൻസ് ഓഫ് സംഘവും പാറശാല പോലീസും സംയുക്തമായി പിടികൂടിയത്. ബാഗുകളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു പ്രതികൾ കഞ്ചാവ് കൊണ്ടുവന്നത്. ആന്ധ്രാപ്രദേശിൽ നിന്നും 10 കിലോ കഞ്ചാവുമായി ട്രെയിൻ മാർഗം നാഗർകോവിലെത്തിയ പ്രതികൾ അവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് KSRTC ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു. പാറശാലയിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് ബാഗുകളിൽ ഒളിപ്പിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തിയത്. ആന്ധ്രയിൽ നിന്നും തിരുവനന്തപുരം കഴക്കൂട്ടം ഭാഗത്തേക്ക് കൊണ്ടുവന്ന കഞ്ചാവാണ് പിടികൂടിയത്. തിരുവനന്തപുരത്ത് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും അന്യസംസ്ഥാന തൊഴിലാളികളെയും കേന്ദ്രീകരിച്ചാണ് ഇവർ കഞ്ചാവ് വിൽപ്പന നടത്തുന്നതെന്ന് പോലീസ് പറയുന്നു. ജനം, തിരുവനന്തപുരം. ഏലൂർ വ്യവസായ മേഖലയിൽ മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളില്ലാതെ പ്രവർത്തിക്കുന്ന കമ്പനികൾക്കെതിരെ കണ്ണടച്ച് മലിനീകരണ നിയന്ത്രണ ബോർഡ്. പ്രദേശത്തെ ദുർഗന്ധപൂരിതമാക്കുന്ന അലയൻസ് മെറൈൻ പ്രോജക്ട്സിനെതിരെ പ്രതിഷേധ സമരം നടത്തി സമീപത്തുള്ള കമ്പനിയിലെ ജീവനക്കാർ. എന്നാൽ നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന അലയൻസ് ഗ്രൂപ്പിനെ തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് കമ്പനി കുറ്റപ്പെടുത്തുന്നത്. പെരിയാറിൽ മത്സ്യക്കുരുതിയുണ്ടായ സമയം മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നടപടി നേരിട്ട അലയൻസ് മറൈൻ പ്രൊഡക്ട്സ് പോലുള്ള കമ്പനികൾ വീണ്ടും ഏലൂർ മേഖലയെ മലിനമാക്കുകയാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മലിനീകരണ നിയന്ത്രണ ബോർഡിന് പരാതികൾ നൽകിയിട്ടും നടപടികളില്ലെന്ന് പരിസ്ഥിതി പ്രവർത്തകരും അലയൻസ് കമ്പനിക്ക് തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന ഇൻഡോ ജർമ്മൻ കാർബൺ കമ്പനിയിലെ ജീവനക്കാരും കുറ്റപ്പെടുത്തുന്നു. രൂക്ഷഗന്ധമാണ് അസഹനീയം. മലിനീകരണ നിയന്ത്രണ സംവിധാനമില്ലാതെ പ്രവർത്തിക്കുന്ന അലയൻസ് മറൈൻ അടച്ചിടാൻ ഹൈക്കോടതി മലിനീകരണ നിയന്ത്രണ ബോർഡിന് നിർദ്ദേശം നൽകുകയും പിന്നീട് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മൗനാനുവാദത്തോടെ വീണ്ടും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തതാണ്. ഇതൊരു 3 വർഷത്തിലധികമായി ഈ സ്ഥാപനം പ്രവർത്തിച്ചു തുടങ്ങിയതിനു ശേഷമാണ് എടയാർ, ഏലൂർ, മുപ്പത്തടം തൊട്ടടുത്തുള്ള ഈ പ്രദേശങ്ങളിൽ ഇത്രയേറെ ദുർഗന്ധം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ തൊട്ടടുത്തുള്ള ഈ വ്യവസായ സ്ഥാപനങ്ങളിൽ ഞങ്ങൾ തൊഴിലാളികൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അതിരൂക്ഷമായ അവസ്ഥയിലാണ് ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്, ഈ സാഹചര്യം എത്തിപ്പെട്ടിരിക്കുന്നത്. നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് തങ്ങൾ അനുഭവിക്കുന്നതെന്ന് ചിരട്ടക്കരയിൽ നിന്ന് ഉത്തേജിത കാർബൺ ഉണ്ടാക്കുന്ന ഇൻഡോ ജർമ്മൻ കമ്പനി ജീവനക്കാർ പറഞ്ഞു. സ്മെല്ല് നമ്മുടെ സ്കിന്നില്, നമ്മുടെ വസ്ത്രത്തില്, നമ്മുടെ മുടിയിലെല്ലാം ഈ സ്മെല്ല് പിടിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് മൈഗ്രെയിൻ വിട്ടുമാറുന്നില്ല. വൊമിറ്റിംഗ് ടെൻഡൻസി. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ക്യാൻറ്റീനിലേക്ക് പോകുന്ന സമയത്ത് ഒരു 12:30, 1 മണി ടൈമിലൊക്കെ ഭയങ്കര സ്മെല്ലാണ്. നമുക്കത് അസഹനീയമാണ്. കടുങ്ങല്ലൂർ പഞ്ചായത്ത് മുൻ സെക്രട്ടറി KS പ്രകാശ്, പെരിയാർ മലിനീകരണ വിരുദ്ധ സമിതി നേതാവ് പുരുഷനേലൂർ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. എന്നാൽ ഇൻഡോ ജർമ്മൻ കമ്പനി തൊഴിലാളികളുടെ ആരോപണങ്ങൾ നിഷേധിച്ച് അലയൻസ് ഗ്രൂപ്പ് തൊഴിലാളികൾ രംഗത്തെത്തി. നിയമാനുസൃതം പ്രവർത്തിക്കുന്ന കമ്പനിക്കെതിരെ നടക്കുന്ന സമരം ഇൻഡോ ജർമ്മൻ കമ്പനിയുടെ ചില താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനാണെന്നാണ് അലയൻസ് തൊഴിലാളികൾ കുറ്റപ്പെടുത്തുന്നത്.
അലയൻസ് കമ്പനി പൂട്ടിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പരാതിപ്പെട്ട് പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു. ജനം, കൊച്ചി. ഇടുക്കി വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിലെ അജൈവ മാലിന്യ പ്ലാന്റിൽ നിന്ന് ലക്ഷങ്ങൾ വില വരുന്ന ആക്രി സാധനങ്ങൾ മോഷണം പോയി. പ്ലാന്റിൽ സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറ ഉൾപ്പെടെയാണ് മോഷ്ടാക്കൾ അപഹരിച്ചത്. സംഭവം വിവാദമായതോടെ അന്വേഷണത്തിനായി 8 അംഗ ഉപസമിതിയെ പഞ്ചായത്ത് നിയോഗിച്ചു. വെള്ളത്തൂവൽ പഞ്ചായത്തിലെ 17 വാർഡുകളിൽ നിന്നായി ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിച്ച് ശുദ്ധിയാക്കി തരംതിരിച്ചു വെച്ചിരുന്ന പ്ലാസ്റ്റിക്, ഇരുമ്പ് വസ്തുക്കളാണ് പ്ലാന്റിൽ നിന്ന് മോഷണം പോയത്. മോഷണം സംബന്ധിച്ച വിവരം 10 ദിവസം മുമ്പാണ് പഞ്ചായത്ത് അറിയുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ പ്ലാന്റിൽ സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറയും ഹാർഡ് ഡിസ്കും ഉൾപ്പെടെ നശിപ്പിക്കപ്പെട്ട നിലയിലാണെന്നും കണ്ടെത്തി. തരംതിരിച്ച് സൂക്ഷിച്ചിരുന്ന ഈ വസ്തുക്കൾ വിറ്റുകിട്ടുന്ന തുക കൊണ്ടാണ് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ശമ്പളം നൽകിയിരുന്നത്. നിലവിൽ ഇവർക്ക് ശമ്പളം പോലും നൽകാൻ കഴിയാത്ത അവസ്ഥയും സംജാതമായിട്ടുണ്ട്. മുൻപ് എല്ലാ മാസവും തരംതിരിച്ചിരുന്ന സാധനങ്ങൾ വിറ്റിരുന്നു. 2024 സെപ്റ്റംബർ മാസം മുതുവാൻകുടിയിലേക്ക് പ്ലാന്റിന്റെ പ്രവർത്തനം മാറ്റിയതിനു ശേഷം ഇവ വിൽപ്പന നടത്തിയിരുന്നില്ല. 8 മാസമായി തരംതിരിച്ച് സൂക്ഷിച്ചിരുന്ന വസ്തുക്കളാണ് മോഷണം പോയിരിക്കുന്നത്. ഇതോടെ ലക്ഷങ്ങളുടെ നഷ്ടവും ഉണ്ടായി. വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മസേന സംഭരിച്ചു വച്ചിരുന്ന പ്ലാസ്റ്റിക് ഭരണസമിതിയുടെ ഉദ്യോഗസ്ഥന്മാരുടെയും ഒത്താശയോടുകൂടി മോഷണം നടന്നിരിക്കും. അതിനെക്കുറിച്ച് പോലീസ് എൻക്വയറി ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് എൻക്വയറി വേണമെന്നും അതിനെ വിജിലൻസ് അന്വേഷണം വേണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതേസമയം ഇടിവെട്ടേറ്റാണ് CCTV നശിച്ചതെന്നും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് സെക്രട്ടറി വ്യക്തമാക്കി. വെള്ളത്തൂവൽ പഞ്ചായത്തിൻ്റെ MCFിൽ നിന്നും കഴിഞ്ഞ 2 ദിവസങ്ങളിൽ അവിടെ സൂക്ഷിച്ചിരുന്ന പ്ലാസ്റ്റിക് കുപ്പികളും അതുപോലെ തന്നെ തരംതിരിച്ച് വെച്ചിരുന്ന പ്ലാസ്റ്റിക് അടങ്ങുന്ന ഏകദേശം 20ഓളം ചാക്ക് ആക്രി സാധനങ്ങൾ മോഷണം പോയതായി പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഹരിതകർമ്മ സേനാംഗങ്ങൾ പഞ്ചായത്തിനെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തന്നെ പഞ്ചായത്ത് കമ്മിറ്റി അത് പരിശോധിക്കുകയും അത് സംബന്ധിച്ച് പോലീസിൽ പരാതി കൊടുത്തിട്ടുള്ളതുമാണ്. കൂടാതെ അവിടെ CCTV ക്യാമറ സ്ഥാപിച്ചിരുന്നു. അത് പരിശോധിച്ചപ്പോൾ അതിൽ ഇടിവെട്ടേറ്റ് അതിൻ്റെ ഹാർഡ് ഡിസ്ക് നാശം ആയതായിട്ടാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് മോഷണം സംബന്ധിച്ച് നമുക്ക് അത് സംബന്ധിച്ച് വിശദാംശങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അത് പോലീസ് നടപടിയിലൂടെ അത് സംബന്ധിച്ചിട്ടുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് പഞ്ചായത്ത്. പഞ്ചായത്ത് പ്രതിനിധികളും നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ പഞ്ചായത്ത് 8 അംഗ ഉപസമിതിയെ അന്വേഷണത്തിനായി നിയോഗിച്ചിട്ടുമുണ്ട്. മോഷണത്തിന് പിന്നിൽ ആസൂത്രിതമായ നീക്കം നടന്നിട്ടുണ്ടെന്നുള്ള ആരോപണമാണ് ഉയരുന്നത്. ജനം, ഇടുക്കി. കാക്കിയുടെ പുതിയൊരു അധ്യായവുമായി നാളെ വീണ്ടും കാണാം. സൈനിങ് ഓഫ്, ദുർഗ.